بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم. ആദരണീയരായ ഏറെ സ്നേഹമുള്ള ഏറ്റവും നല്ല പ്രായമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന യൗവനത്തിൻ്റെ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പുള്ള ഈ സമയത്ത് സർവശക്തനായ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കേൾക്കാനും കേട്ടതനുസരിച്ച് ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരാനും കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശത്തെ എത്തിക്കുവാനും തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളെ വിളിച്ചു ചേർത്ത് ഈ ആദർശ പ്രബോധന വീഥിയിലെ സക്രിയരായി നിൽക്കുന്ന നമുക്ക് വേണ്ട ചില ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ സർവശക്തനായ അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ ഇവിടെ ഒരു യൂത്ത് കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെയാണ് ഈ സംഗമം കടന്നു പോവുക. നമ്മൾ എവിടെ നിന്ന് വന്നവരാണ്, എവിടേക്ക് പോവേണ്ടവരാണ് എന്ന് ആരും പറയാതെ തന്നെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ടീമാണ് ഇവിടെയുള്ളത്. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടാവണം എന്ന് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ആ ജീവിത ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. അള്ളാഹു നമുക്ക് നേർവഴിയിൽ ഉറച്ചു നിൽക്കുവാൻ, സച്ചരിതരായ മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാൻ, പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ കആബിരി സബീൽ. നീ ഭൂമിയിൽ നിലകൊള്ളേണ്ടത് ഒരു അപരിചിതനെ പോലെയാണ്. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത് ഇവിടെ ദിവസങ്ങളോളം നിൽക്കാനല്ല. ഇവിടെ നടക്കുന്ന ഈ വിജ്ഞാനപ്രദമായ ഈ സംഗമത്തിൽ പങ്കെടുത്ത് വിജ്ഞാനം നുകരാനാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. നാം യാത്ര പോകുന്നത് ഓരോ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ ഭൂമി എന്ന് പറയുന്ന നൈമിഷികമായ, നശ്വരമായ, തുച്ഛമായ ഈ ഒരു ചെറിയ താമസ യോഗ്യമായ വേള അത് വളരെ ചെറുതാണ്. ഈ വേളയെ നമ്മൾ കാണേണ്ടത് ഒരു അപരിചിതനെ പോലെയാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഒരു മരത്തിന്റെ തണലിൽ യാത്രക്കിടയിൽ ക്ഷീണിച്ച് ഒന്ന് വിശ്രമിക്കാനിരുന്ന മനുഷ്യൻ ഒരിക്കലും ആ മരത്തിന്റെ തണൽ ശാശ്വതമാണ് എന്ന് വിചാരിക്കാറില്ല. അല്പസമയം ഒന്ന് വിശ്രമിച്ച് പോവാമെന്ന നിലക്കാണ് ആ മരത്തിന്റെ തണലിനെ അദ്ദേഹം നോക്കിക്കാണാറുള്ളത്. എന്നതുപോലെ യുവാക്കളെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഒരു അപരിചിതനാണ്. ഇവിടെ വിട്ടു പോകേണ്ടവനാണ്, ഇവിടം വിട്ട് യാത്ര പോകേണ്ടവനാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു,
ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, നിങ്ങൾ പ്രഭാതമായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത്, രാവിലെയായാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വഇദാ അംസൈത ഫലാ തൻതളിരിസ് സബാഹ്, നിങ്ങൾ രാത്രിയായാൽ നിങ്ങൾ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, എത്ര യാഥാർത്ഥ്യമാണ് എന്ന്, ഈ വാക്കുകൾ എത്ര യാഥാർത്ഥ്യമാണ് എന്നത് നമ്മുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഇന്നലകളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളായി കണ്ണു നിറയെ കാതു നിറയെ കേട്ടവരായി കണ്ടവരായിട്ടുള്ളവരാണ് നമ്മൾ, അല്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. വയനാടിന്റെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ പ്രിയപ്പെട്ടവരെ രാത്രി ഉറങ്ങുമ്പോൾ രാവിലെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് അവർ ഉറങ്ങിയത്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ ഉറങ്ങിയത്. നാളെ പ്രഭാതം വന്ന് അവരെ വിളിച്ചുണർത്തി. അവർക്ക് പോകാനുള്ള ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്, അവർക്ക് ചെയ്യാനുള്ള കുറെ ഏർപ്പാടുകൾ അവർ ചെയ്തു വച്ചിട്ടുണ്ട്, യാത്ര പോകാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദിനംപ്രതി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളെ ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തി ചെയ്യാൻ ആഗ്രഹിച്ചവർ അവിടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ വാക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ രാത്രിയായാൽ വൈകുന്നേരമായാൽ പിന്നെ നിങ്ങൾ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. എന്ത് അവസാനത്തെ രാത്രിയായിരിക്കും എന്ന നിലക്ക് ഞാനും നിങ്ങളും ആ രാത്രിയെ കാണണം. ഇതെന്റെ അവസാനത്തെ പുലർച്ചെയാണ്. ഇന്ന് വൈകുന്നേരം പുൽകാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഇതെന്റെ അവസാനത്തെ പ്രഭാതമാണ്, ഇതെന്റെ അവസാനത്തെ സൂര്യാസ്തമയമാണ്, ഇതെന്റെ അവസാനത്തെ സൂര്യോദയമാണ് എന്ന നിലക്ക് ഒരു വിശ്വാസി അരംഗത്തെ കാണണമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഖുദ് മിൻ സുഹ്ഹതിക ലിമറളിക്, നിന്റെ ആരോഗ്യം നിനക്ക് അസുഖമായി നിനക്ക് പ്രവർത്തിക്കാൻ പറ്റാതെയായി വരുന്ന സമയത്തിന് വേണ്ടി നീ ഉപയോഗിക്കണം. ഇപ്പോഴേ ആരോഗ്യമുള്ള ആരോഗ്യ ദൃഢഗാത്രന്മാരായി നിൽക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും പ്രവർത്തന സജ്ജരാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നിന്റെ ജീവിതം നിന്റെ മരണത്തിനു വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരുക്കി വെക്കണം. മരണം ഏത് സമയത്തും നമ്മെ പിടികൂടാം, ഏത് സമയത്തും നമ്മളിലേക്ക് വന്നു ചേരാം. കാലിലണിഞ്ഞിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്നു നമ്മുടെ മരണം. ഇതിങ്ങനെ പറയുമ്പോൾ ആ സംസാരവും വാക്കും കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ചിന്തകൾ കടന്നു വരാറുണ്ട്. മാർക്കറ്റിലേക്ക്, കച്ചവടങ്ങളിലേക്ക്, ഇടപാടുകളിലേക്ക്, ക്രയവിക്രയങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, ആൾക്കൂട്ടങ്ങളിലേക്ക്, അതേ വിനോദങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്ന ഒരു സ്വഭാവം മനുഷ്യന് പൊതുവെയുള്ളതാണ്. അതുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഖിയാമത്തു നാളിന്റെ ലക്ഷണമായി ധാരാളമായ പ്രകമ്പനങ്ങളും കുലുക്കങ്ങളും ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ അങ്ങ് കേരളത്തിനപ്പുറമുള്ള സ്റ്റേറ്റുകളിൽ, ഇന്ത്യക്കപ്പുറമുള്ള രാജ്യങ്ങളിൽ, അങ്ങ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ധാരാളമായി നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്ത വാർത്തകൾ ഇന്ന് നമ്മുടെ ഉമ്മറപ്പടിയുടെ അടുത്ത് വന്നു നിൽക്കുന്നത് പോലെ ഇതാ എന്റെ വീട്ടിലും ഇത് സംഭവിക്കാനായി എന്ന തോന്നലുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരുന്ന വിധത്തിലാണ്. വേദനിപ്പിക്കുന്ന ഭയാനകമായ കാഴ്ചകൾ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുമൊക്കെ വയനാടിന്റെ മണ്ണിലേക്കൊന്ന് ചേർത്ത് വെച്ചു നോക്കൂ നിങ്ങൾ. ഇതാ നിങ്ങൾ രാത്രിയായാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞത് എത്രമാത്രം സത്യമായി ആ നാട്ടിൽ പുലർന്നിരിക്കുകയാണ്, ഇല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തന്നെ എന്റെയും നിങ്ങളുടെയും മരണം ഏത് സമയത്ത് വന്നെത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കൊക്കെ അറിയുന്ന അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു വചനമുണ്ട്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഈ ആയത്ത് നമുക്കൊക്കെ കാണാതെ അറിയാം. നാളെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിച്ചോ? ഇപ്പൊ ചാനലുകൾ തുറന്നു നോക്കൂ നിങ്ങൾ. റെഡ് അലേർട്ട് പറഞ്ഞില്ല എന്ന്, അല്ലേ? പറയാൻ ആവശ്യപ്പെട്ടിട്ടും അറിയിച്ചില്ല എന്ന്, ഞങ്ങൾ കേട്ടിട്ടില്ല നിങ്ങളുടെ അറിയിപ്പുകൾ എന്ന്, പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾക്ക് ആ വിവരം കിട്ടിയത് എന്ന്. ഇതിന്റെ പേരിൽ അന്ത്യചർച്ചകൾ ഒരുപാട് നടക്കുന്നു, അല്ലേ? അലേർട്ടുകൾ കൊടുക്കാൻ വൈകിപ്പോയി എന്ന്. ഇതിന്റെ നിരീക്ഷകന്മാർ എവിടെയായിരുന്നു? ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നവർ എവിടെയായിരുന്നു എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു.
അല്ലാഹു ഖുർആനിൽ പറയാ, മനുഷ്യരെ നമുക്കാർക്കും നാളെ സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ച് ക്ലിയറായി പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എപ്പോ എവിടെ വെച്ച് മരിക്കും? നിങ്ങൾ ചിന്തിച്ചോ? വയനാടിന്റെ മുണ്ടക്കൈയിൽ അന്തി ഉറങ്ങുന്ന മനുഷ്യർ വിചാരിച്ചോ പോത്തുകല്ലിന്റെയും മുണ്ടേരിയുടെയും ഈ ചാലിയാറിന്റെ ഏതോ പൊന്തക്കാടുകളിൽ തങ്ങി നിന്നുകൊണ്ട് മരിക്കേണ്ടി വരുമെന്ന്? എന്റെ ബോഡി അങ്ങ് വാടക്കാടിന്റെ ചാലിയാറിന്റെ ആ വെള്ളത്തിൽ നിന്ന് എടുക്കേണ്ടി വരുമെന്ന്, കടലിനോട് ചേർന്ന് പോകുമെന്ന് അന്ന് രാത്രി ഉറങ്ങുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യനും ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ചെറിയ ചിന്തയെങ്കിലും പ്രിയപ്പെട്ടവരെ കടന്നു പോയിട്ടുണ്ടാകുമോ? അതാ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടെയാണ് നമ്മുടെ മരണം? ഇപ്പൊ നമ്മൾ ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിലാണ്. നമ്മുടെ മരണം എവിടെയായിരിക്കും? വല്ല അപകടങ്ങളിലായിരിക്കുമോ? ട്രെയിൻ അപകടത്തിൽ, ഫ്ലൈറ്റ് അപകടത്തിൽ, വാഹന അപകടത്തിൽ? അല്ല, കാലവിപത്തുകളാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദാരുണമായ കാലവിപത്തുകളുടെ മരണങ്ങളിൽ നിന്ന് സർവശക്തനായ അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിരന്തരമായ പ്രാർത്ഥന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ, മുത്തുനബിയുടെ നാവ് കൊണ്ട് കേൾപ്പിച്ചതാണ്. അല്ലാഹു തആല പറഞ്ഞ ഓഫറാണ്. എന്ത്? അതെ, ഒന്നിച്ച് ശത്രുവാകട്ടെ ആരാവട്ടെ ഒന്നിച്ചൊരു നാശം വിതക്കുന്നത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കുന്ന സമയം അള്ളാഹു കൊടുക്കുകയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹ് അതേ കപ്പലിൽ കയറിയ ടീം ഓടിച്ച് ബാക്കി മുഴുവൻ ആളുകളെയും എടുത്തു നീക്കിയിട്ടുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു അപ്പുറത്ത് നിൽക്കുന്ന ടീമുകളെ മുഴുവനും എടുത്തു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം മുത്തുനബിയുടെ കാലത്തുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത് എന്താണ്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വയനാടിന്റെ മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും ഒക്കെ വാർത്ത കേട്ടപ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സുകളിലേക്ക് പടച്ചവനെ പുറത്തുകൊണ്ട അല്ലാഹ്, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്, ഈ കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത്, ഈ കരങ്ങൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്, ഈ കാൽപാദങ്ങൾ കൊണ്ട് നടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് നീ തന്ന അനുഗ്രഹമാകുന്ന വാരിയല്ലുകളുടെ കൂടിനുള്ളിൽ കിടക്കുന്ന കൽബ് കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിച്ചു പോയിട്ടുണ്ട് റബ്ബേ, കണ്ടുപോയിട്ടുണ്ട് അല്ലാഹ്, കേട്ടുപോയിട്ടുണ്ട് റബ്ബേ, എത്തിപ്പിടിച്ചിട്ടുണ്ട് നാഥാ, നടന്നു പോയിട്ടുണ്ട് റബ്ബേ. നീ അല്ലാതെ മാപ്പ് തരാൻ ആരുമില്ല. പടച്ചവനെ, നിന്റെ ശിക്ഷ ഞങ്ങൾക്ക് മേലെ നീ ഇറക്കി പരീക്ഷിക്കല്ലേ അല്ലാ എന്ന് പറയാൻ ഇസ്തിഗ്ഫാറിന്റെ ഒരു ഹൃദയം വിതുമ്പിക്കൊണ്ടുള്ള ഇസ്തിഗ്ഫാർ നടത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം പ്രിയപ്പെട്ടവരെ ഈ ലോകമല്ല. ഇതൊരു തുച്ഛമാണ്, നൈമിഷികമാണ്, നശ്വരമാണ്, പെടുന്നനെ തീർന്നു പോകുന്ന ലോകമാണ്. നമ്മുടെ ലക്ഷ്യം വരാനിരിക്കുന്ന അനന്തമായ, തീരാത്ത, അവസാനിക്കാത്ത ശാശ്വതമായ ലോകമാണ്. ആ ലോകത്ത് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്തു എന്ന ആലോചന, ആ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ, എല്ലാ വടികളിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും തെറ്റിക്കുന്നതിന് വേണ്ടി നാം നടന്നു പോകുന്ന വടിയുടെ രണ്ടു ഭാഗത്തും അടുക്കുചാലുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ലഹരിയുടെ അടുക്കുചാലുകളുണ്ട്, അല്ലേ? വ്യഭിചാരത്തിന്റെ മായാവൃത്തങ്ങളുണ്ട്, വൃത്തികേടുകളുടെ ഒട്ടനവധി ചതിക്കുടികളുണ്ട്. അതിലേക്ക് നമ്മൾ എങ്ങനെ മാടി വിളിക്കുന്നു? കാലുകൾ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഇല്ല, പിശാചിനോടും അതിക്രമം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നവരോടും സാത്താന്മാരോടും അരുത് എന്ന്, ഇല്ല ഞാൻ നിന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് സ്വന്തം മനസ്സിനോട് കെട്ടുറപ്പിന് വേണ്ടി, ദൃഢതയ്ക്ക് വേണ്ടി, ശക്തമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി തന്റെ മനസ്സിനോട് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞ് തിന്മകളോട് രാജി പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോയാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വഴിമാറി സഞ്ചരിക്കുന്ന, ഒഴുക്കിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ നമ്മളെ പിടികൂടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഇന്നും തെരച്ചിൽ അവസാനിക്കാത്ത വയനാടിന്റെ ദുരന്തത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ പറയാ, 60 പവനാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഗൾഫിൽ ജോലി ചെയ്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് 60 പവൻ ഞാൻ എൻ്റെ വീട്ടിൽ ശേഖരിച്ചു വെച്ചു. ലക്ഷങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ മരിച്ചു, പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ 60 പവനും എൻ്റെ ലക്ഷങ്ങളും നഷ്ടമായി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ, മീഡിയകൾക്ക് മുന്നിൽ കൈമലർത്തി കണ്ണുനീരൊലിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം, അല്ലേ? 2 ദിവസം മുമ്പാ ഞങ്ങളുടെ മോള്
ആ കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് പോയത്. അവൾ പഠിച്ചു, ഏറെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛന്റെയും അമ്മയുടെയും മകളാണ്. കൂലിപ്പണിയെടുത്ത് പോറ്റി വളർത്തിയ ആ അച്ഛന്റെ മോളാണ് ഈ മോള്. പക്ഷേ ഇന്നവൾ പഠിച്ചു വലുതായി, അവർക്ക് ജോലി കിട്ടി. ഇനി അവളുടെ ആഗ്രഹം അച്ഛനെ ഒന്ന് പരിഗണിക്കണം, അമ്മയെ ഒന്ന് പരിഗണിക്കണം എന്നതായിരുന്നു. 2 ദിവസം മുമ്പ് മുണ്ടക്കൈയിലേക്ക് യാത്ര പോയത്. അവൾ മണ്ണിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞ് അമ്മ നെഞ്ചിലേക്ക് കൈവച്ച്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വേദനിക്കുന്ന വാക്കുകൾ ചാനലുകൾക്ക് മുമ്പിൽ പറയുമ്പോൾ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വത്തും നമ്മുടെ സമ്പത്തും കൊട്ടാരക്കണക്കെയുള്ള വീടും ഒന്നുമല്ല, നമ്മുടെ ഒന്നുമല്ല പടച്ചവന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ അതൊക്കെ നിസ്സാരമാണ്. നമുക്ക് ബാക്കിയാകുന്ന സ്വത്ത് അതല്ല. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. എത്ര ചിന്തനീയമായിട്ടാണ് അല്ലാഹു തആല ഇത് പറഞ്ഞു തരുന്നത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സ്വത്ത്, സമ്പത്ത് അതെല്ലാം ഈ ഭൂമിയുടെ ഐഹികമായ ലോകത്തിന്റെ, നശ്വരമായ ലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ ഒരു അലങ്കാരം മാത്രമാണ്. പിന്നെ ബാക്കിയാകുന്നത് എന്താണ്? വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അവിടെ അടിവരയിട്ട് 2 വാക്കല്ല പറയുന്നുണ്ട്. ദാ അല്ലാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപകാരപ്രദമായി മാറുന്നത്, പ്രതീക്ഷ വെക്കാൻ പറ്റുന്നത് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ്. അതൊരു ഉരുൾപൊട്ടലിലും നശിപ്പിച്ച് കളയാൻ കഴിയില്ല. അയൽവാസിയെ സ്നേഹിച്ചവർ ആ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അയൽവാസിക്ക് കൊടുത്ത സ്നേഹത്തിന്റെ പ്രതിഫലമാകുന്ന മൂല്യമുണ്ടല്ലോ, അതൊരു ഉരുൾപൊട്ടലിനും ഒരു പാറകൾക്കുമിടയിൽ കിടന്ന് എരിഞ്ഞമർന്ന് തീരുകയില്ല. അത് റെക്കോർഡിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്, ഇല്ലേ? ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുത്ത സക്കാത്ത് ഒരു ഉരുൾപൊട്ടലിന്റെ കല്ലുകൾക്കിടയിലും മണ്ണുകൾക്കിടയിലും എരിഞ്ഞു തീരുകയില്ല. അത് റെക്കോർഡിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ കണ്ടപ്പോ ഒന്ന് പുഞ്ചിരിച്ചത് പ്രിയപ്പെട്ടവരെ റെക്കോർഡിൽ രേഖയായി കിടക്കുകയാണ്. തന്റെ അയൽവാസിയെ സ്നേഹിച്ചത്, മാതാപിതാക്കൾക്ക് ജോലി കിട്ടി നല്ല സാലറി കിട്ടുന്നത് വരെ. ഇപ്പത്തെ സാലറി ചെറുതാണ്. നല്ലൊരു സാലറി കിട്ടിയിട്ട് വേണം ബാപ്പാനെ ഒന്ന് പരിഗണിക്കാൻ, കാത്തിരിക്കാൻ സമയമില്ല. അച്ഛനെ ഒന്ന് പരിഗണിക്കാൻ കാത്തിരിക്കാൻ സമയമില്ല. ഇല്ല, അത് എപ്പോഴാണോ ഏറ്റവും ചെറിയ രൂപത്തിലെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ആ പരിഗണന, ആ സഹായം, ആ സാന്നിധ്യം, ആ നല്ല വാക്ക് കൊടുക്കാൻ വൈകിക്കൂടാ എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. എത്ര ആളുകളാ രക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, ഉമ്മയെ സഹായിക്കാൻ പറ്റിയില്ല, ഏറെ പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ഉപ്പയെ സഹായിക്കാൻ പറ്റിയില്ല, ചേർന്നു പോയല്ലോ എൻ്റെ ഉപ്പ മണ്ണിനോട് എന്ന് പറഞ്ഞ് കരയുന്നവരോട് അള്ളാഹുവിന്റെ ഖുർആൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് തരുന്ന താക്കീതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കെട്ടിപ്പടുത്ത മനോഹരമായ അതിൻ്റെ സൗന്ദര്യവും മനോഹാരിതയും കണ്ടാസ്വദിക്കാൻ പറ്റുന്ന നല്ല ഗാർഡനുകൾ ഉൾപ്പെടുത്തിയ നല്ല വീട്, അതിൻ്റെ ചുറ്റുപാടുകള് എല്ലാം നമുക്ക് നമ്മുടെ ഹൃദയത്തിനും കണ്ണിനുമൊക്കെ കൗതുകം നൽകുമെങ്കിലും ഇല്ല പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിലനിൽക്കുന്ന ഒന്നല്ല. അതാ അല്ലാഹു പറഞ്ഞത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഇത് ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. നല്ല പ്രതീക്ഷ വെക്കുക കേട്ടോ. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നല്ല പ്രതീക്ഷ വെക്കാം, നല്ല പ്രതിഫലത്തെ പ്രതീക്ഷിക്കാം. ഈ പ്രതീക്ഷയാണ് നമ്മെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചത്. ആണ് ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി, ഞാൻ എടക്കരയിൽ നിന്ന് വന്നതാ, നിങ്ങൾ ഈ ജില്ലയിൽ നിന്ന് വന്നവരാ. ഞാൻ രാവിലെ പുറപ്പെട്ടതും നിങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് രാവിലെ പുറപ്പെട്ടതും റബ്ബിന്റെ പ്രതിഫലമെന്ന പ്രതീക്ഷയാണ്. അത് ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാനില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഞാനും നിങ്ങളും ഓടി നടക്കുന്നത് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ്, അല്ലേ? പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ കരഞ്ഞാൽ, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞാൽ അവന് സ്വർഗപ്രവേശനമുണ്ട്, നരകത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദ ലബനു ഫിൽ അർഇ. കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അകിട് വീർത്ത് കൂട്ടുകുടുംബങ്ങളെല്ലാം മരണപ്പെട്ടു പോയ ആ കൂട്ടുകുടുംബങ്ങളെല്ലാം, അവരെ നോക്കിയിരുന്ന യജമാനൻ എന്ന് പറയാവുന്ന ആ ബന്ധുക്കളെല്ലാം പ്രിയപ്പെട്ടവരെ മരിച്ചു പോയപ്പോ, അതേ ആ വീട്ടിൽ വളർന്ന ആ പശുവിന്റെ അകിട് വീർത്ത് രക്ഷാപ്രവർത്തകന്മാർ ചെന്ന് അകിട് വീർത്ത്
പ്രയാസപ്പെടുന്ന പശുവിന്റെ അകിടിലെ പാലിങ്ങനെ എന്തിനെ കറന്നു കളയുന്നത്? ആശ്വാസം കിട്ടാനാ. ആ പാല് പിന്നെ അകിടിലേക്ക് തിരിച്ചു പോകുമോ? ഇല്ല. ഇവിടെ പറയുന്ന വാക്കെന്താണ്? ഒരു കരഞ്ഞ മനുഷ്യൻ, അള്ളാനെ ഓർത്ത് പേടിച്ച് പരലോകത്തെ ഭയപ്പെട്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നതുവരെ. ഇവിടെ വന്ന യുവാക്കളോട്, യൂത്ത് എന്ന് പറഞ്ഞ് നാം പരിചയപ്പെടുത്തുന്ന യുവാക്കളെ, എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു ആശ്വാസത്തിന്റെ വാക്കാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ? വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കേൾക്കേണ്ടി വന്ന പൊടിപടലങ്ങൾ ഉണ്ടല്ലോ, അതേ ഇറങ്ങി തിരിച്ചപ്പോൾ കേൾക്കേണ്ടി വന്ന കുത്തുവാക്കുകൾ ഉണ്ടല്ലോ, ആക്ഷേപത്തിന്റെ വർത്തമാനങ്ങൾ ഉണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ, പരിഹാസത്തിന്റെ ആ തൊടുത്തുവിട്ട അമ്പുകൾ ഇങ്ങനെ നെഞ്ചിലേക്ക് തുളച്ചു കയറി പ്രയാസപ്പെടുത്തിയതുണ്ടല്ലോ, അള്ളാന്റെ മാർഗത്തിൽ സഹിച്ച ത്യാഗങ്ങൾ ഉണ്ടല്ലോ, ഉറക്കമൊടിച്ചതുണ്ടല്ലോ. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം. നരകത്തിലെ പുകയുമായി യോജിക്കാനുള്ളതല്ല, സ്വർഗത്തിലേക്കുള്ളതാണ് എന്ന് ഓഫർ തരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, പടച്ചവന്റെ വഹയ്യ് പ്രകാരം. അതുകൊണ്ട് പ്രതീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. ബാക്കിയാകുന്നത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ്. അതേ നമ്മുടെ മുമ്പിൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകും. അതാണ് നമ്മൾ കണ്ടത്. എവിടെ എൻ്റെ വീട്? പ്രഭാതത്തിൽ രക്ഷപ്പെട്ടവർ രണ്ടാമത് ആ മുണ്ടക്കൈയിലേക്ക് വന്ന്, അതേ ചൂരൽമലയിലേക്ക് വന്ന് ഒരു കാഴ്ച കാണുമ്പോ എന്റെ വീടുണ്ടായിരുന്ന സ്ഥലം പോലും മനസ്സിലാകുന്നില്ല, അടിത്തറ പോലും ബാക്കിയാക്കാതെ കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന മനുഷ്യർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, രംഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇതെല്ലാം നിസ്സാരമാണ്. പക്ഷെ ഒരൊഴുക്കിലും, ഞാൻ പറഞ്ഞു, ഒരൊഴുക്കിലും, ഒരു ഉരുൾപൊട്ടലിലും, ഒരു ഭൂമി കുലുക്കത്തിലും, ഒരു സുനാമിയുടെ തിരമാലകൾക്കും ഓർത്തിരമ്പി വന്ന അന്ന് 1526 കിലോമീറ്റർ വേഗതയിൽ തിരമാലകൾ മറീന ബീച്ചിനെ പോലെയുള്ള ബീച്ചിലേക്ക് മലകണക്ക് 100 അടി ഹൈറ്റിൽ 1500-ലധികം കിലോമീറ്റർ വേഗതയിൽ കയറി വന്ന തിരമാലകൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. അവൻ ചെയ്തു കൂട്ടിയ നന്മകളെ, അവൻ ചിരിച്ച ആ പുഞ്ചിരിയെ, അവൻ കൊടുത്ത നിസ്സാരമായ ഒരു സ്വതക്കയെ, അവൻ നൽകിയിട്ടുള്ള ദാനധർമ്മങ്ങളെ, അവൻ നിർവഹിച്ചിട്ടുള്ള ഇബാദത്തുകളെ, അവൻ പരലോകത്തെ പ്രതീക്ഷിച്ച് നടത്തിയിട്ടുള്ള സൽക്കർമ്മങ്ങളെ ഒരു തിരമാലകൾക്കും, ഒരു പാറക്കെട്ടുകൾക്കും, ഒരു ചെളിക്കൂമ്പാരങ്ങൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. അത് ബാക്കിയാകുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾക്കും ഓതിത്തരുന്ന ഒരു വാചകത്തിൽ അള്ളാഹുവിന്റെ കലാമിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. ഇതാ വീട് പോയി, ഇതാ ഷോപ്പ് പോയി, ഇതാ എല്ലാ സ്വർണവും പോയി, എല്ലാ സ്വത്തും പോയി, വീടിന്റെ തറ പോലും ബാക്കിയില്ല എന്നൊക്കെ പറയുമ്പോ, ഇതാ നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. അതാ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ നഷ്ടം വരാത്ത കച്ചവടത്തിന്റെ പ്രോഫിറ്റ് വാങ്ങുന്ന ഒരു ദിവസം, അതാ നമ്മുടെ ലക്ഷ്യം. അതിനായി ഇത് പറയുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്യുകയാണ്. വഅഖാമുസ്സലാ, നമസ്കരിക്കുന്നവരാണ് എന്നല്ല, നമസ്കാരം നിലനിർത്തുന്നവരാണ്. നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുകയാണ്. ആരാ തന്നത് പണം? അള്ളാഹുവാണ്. ആരാ ഈ വീട് തന്നത്? റബ്ബാണ്. ആരാ ഈ സ്വത്ത് തന്നത്? റബ്ബാണ്. ആരാ ഈ സ്വർണങ്ങൾ നൽകിയത്? പടച്ചവനാണ്. എന്തേ അതൊന്നും കിട്ടാത്ത കുറെ മനുഷ്യർ ലോകത്തുണ്ടല്ലോ, നിനക്കതിന് നിമിത്തം തന്നത് റബ്ബാണ്. നിന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കി എന്ന് പറയരുത്. ഇല്ല, എന്റെ വളരെ നല്ല പ്ലാനിങ്ങിൽ, കണ്ണിങ്ങായ പ്ലാനിങ്ങിൽ കിട്ടിയതാണെന്ന് അഹങ്കരിക്കരുത്. റബ്ബ് തന്നതാണ്. റബ്ബ് പറയാ, നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. എപ്പോ? സിർറൻ വഅലാനിയ, പരസ്യമായി കൊടുക്കേണ്ട ഘട്ടത്തിൽ ചില ആളുകൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. പരസ്യമായി കൊടുത്തു അവർ. സിർറൻ വഅലാനിയ, രഹസ്യമായി കൊടുക്കേണ്ട ഘട്ടത്തിൽ രഹസ്യമായി അവർ കൊടുത്തു. അവർ ആഗ്രഹിച്ചത് യർജൂന തിജാറത്തൻ ലൻ തബൂർ, പടച്ചവന്റെ അടുക്കൽ നഷ്ടം വരാത്ത കച്ചവടമാണ് അവർ ആഗ്രഹിച്ചത്. അവർ കൊതിച്ചത് റബ്ബിന്റെ അടുക്കൽ നഷ്ടം വരാത്ത കച്ചവടമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. നഷ്ടം വരാത്ത കച്ചവടം,
ആ നഷ്ടം വരാത്ത കച്ചവടത്തിന്റെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിന്റെ വിളവെടുപ്പുണ്ടല്ലോ, അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് പരലോകം. അവിടേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും യാത്ര പോകുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. എങ്ങനെ നഷ്ടം വരാത്ത കച്ചവടങ്ങൾ നിർവഹിച്ച് ഒരിക്കലും നഷ്ടമില്ല. ഒന്ന് വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു മനുഷ്യന്റെ കൈ പിടിച്ച കച്ചവടമുണ്ടല്ലോ, നഷ്ടം വരാത്ത കച്ചവടമാണ്. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെ കടയിലെ സാമഗ്രികൾ മുഴുവനും കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആ കച്ചവടം റിയാ വരാതെ, ലോകമാന്യത വരാതെ, ആളുകൾ അറിയട്ടെ, ചാനലുകളിൽ വരട്ടെ എന്നതൊന്നും പ്രതീക്ഷിക്കാതെ, ചാനലിൽ വരാം വരാതിരിക്കാം അതൊക്കെ വേറെ വിഷയം, നമ്മുടെ നീയത്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യുന്ന നിസ്സാരമായ സേവനങ്ങൾ പോലും പ്രിയപ്പെട്ടവരെ നാളെ റബ്ബിന്റെ കോടതിയിൽ പ്രതിഫല കൂമ്പാരങ്ങളായി മാറും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ കലാം, പരിശുദ്ധ ഖുർആൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇനി വരാനിരിക്കുന്ന ക്ലാസുകൾ മുഴുവനും ഇതാ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള പൂർത്തീകരണത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ഇതൊരു തുടക്കമാണ്, ഈ ക്യാമ്പിന്റെ തുടക്കമാണ്, ഇതിന്റെ ആദ്യത്തെ സംസാരമാണ്. ഇനി വരാനിരിക്കുന്നത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് വെച്ച്, അതെ പ്രിയപ്പെട്ടവരെ, ഇതിനെ ചേർത്ത് വായിച്ച് എങ്ങനെ ജീവിതത്തെ ക്ലിയർ ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കണം. അന്ന് അതെങ്കിൽ ആ പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന രാത്രി തൻ്റെ മൊബൈലിൽ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, വൃത്തികെട്ട ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി അതിങ്ങനെ കണ്ടാസ്വദിച്ച് ഉറക്കം വന്നപ്പോൾ നെഞ്ചിലേക്കോ ബെഡിലേക്കോ മൊബൈൽ പതുക്കെ വെച്ച് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ചാടിപ്പോയി ഉറങ്ങിപ്പോയവന്റെ യാത്ര എങ്ങനെയായിരിക്കും? ആ യാത്ര നല്ല ശുഭയാത്ര ആയിരിക്കുമോ പ്രിയപ്പെട്ടവരെ? ആയിരിക്കുമോ? അന്ന് ഇശാ നമസ്കരിക്കാതെ മുസ്ലിം പേരിട്ട ഒരാൾ പ്രിയപ്പെട്ടവരെ അന്ന് 2 മണിക്ക് അല്ലെങ്കിൽ 2:30 മണിക്ക് ഘോരമായൊരു ശബ്ദം വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴുകിപ്പോയി. എൻ്റെ കുട്ടി കുറെ സമയം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയി. എൻ്റെ ഉമ്മയെ ഞാൻ ഒരുപാട് സമയം പിടിച്ചു വെക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല, എൻ്റെ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് പറഞ്ഞ് കരയുന്ന മനുഷ്യർ. നമ്മൾ അവരെ കുറിച്ച് നമുക്കാർക്കും അവരുടെ ഉള്ളറകൾ അറിയില്ല. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്ക് മർഹമത്ത് നൽകുമാറാകട്ടെ. ആ നല്ല വിശ്വാസത്തിൽ ജീവിച്ചു പോയവർക്ക് അള്ളാഹു ഷഹീദിന്റെ പദവി നൽകും, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നോർക്കാം, അങ്ങനെ നമസ്കാരം പോലും നിർവഹിക്കാത്തവരായി വ്യഭിചാരത്തിന്റെ മായാലോകത്ത് ഒരു പക്ഷേ അന്ന് രാത്രിയും സമയം ചെലവഴിച്ചവരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ യാത്ര? എങ്ങനെയായിരിക്കും അവരുടെ അവസാനത്തെ നിമിഷങ്ങൾ? അതുപോലെ എനിക്കും വരാം, എൻ്റെ മേലെയും വരാം ഒരു അപകടം. താമസിക്കുന്ന വീടിന്റെ സ്ലാബുകൾ തലക്ക് മീതെ വീണ് കിടന്ന് പടച്ചവനെ റബ്ബേ എന്നെ കാക്കണേ എന്ന് പറയുമ്പോ എന്റെ പിറകിലേക്കുള്ള അമലുകളെ പരിശോധിക്കുമ്പോ ശൂന്യമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ഗൗരവത്തോടു കൂടി ചിന്തിക്കണമെന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ. എല്ലാം പോയി, എല്ലാം നഷ്ടമായി എന്ന് പറയുമ്പോൾ ഇല്ല പ്രിയപ്പെട്ടവരെ, നഷ്ടമായിട്ടില്ല, ഇതൊരു പരീക്ഷണമാണ്. ഇനി ഈ ദുരന്തമുഖത്ത് നിൽക്കുന്നവരോട് ഇത് പോയി പറഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഇവിടെ പാവപ്പെട്ടവരല്ലേ, രാവിലെ തോട്ടത്തിലേക്ക് കയറിപ്പോയി വൈകുന്നേരം തോട്ടത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടു. എന്താണ് അള്ളാഹു ഞങ്ങളെ ഇങ്ങനെ ചെയ്തത് എന്ന്? അള്ളാഹുവിനെ കുറിച്ച് ഇല്ല പ്രിയപ്പെട്ടവരെ, തെറ്റായി നമ്മൾ ആരും വിചാരിക്കരുത്. ചില മനുഷ്യർ വേദന കൊണ്ട് ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ തുറ്റവരെ ഉടയവരെ കാണാതെ പോകുമ്പോൾ അറിയാതെ പുറത്തു വരുന്ന വാക്കുകൾ ഉണ്ടാവാം. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷെ ജീവിച്ചിരിക്കുന്ന നമ്മള്, ഇനിയും ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാലം റബ്ബ് തന്നേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മള് ഒന്ന് മനസ്സിലാക്കണം, അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ വിചാരം നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇമാം നസായി ഒക്കെ ഉദ്ധരിക്കുന്ന ചില ഹദീസുകളിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ ചില പദങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ചില റാവിമാരിൽ ചില പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്ത ചില ഹദീസുകളിൽ കാണാം. പക്ഷെ ആയത്തുകളോട് യോജിച്ച ചില വർത്തമാനങ്ങൾ കാണാം. അവിടെ പറഞ്ഞത് ഹുസ്നുൽ ലൻ മിൻ ഹുസ്നിൽ ഇബാദ, ഹുസ്നുൽ ലൻ നല്ല ചിന്ത. ആരെക്കുറിച്ച്? ബില്ലാ, അള്ളാഹുവിനെ തൊട്ട് നല്ല ചിന്ത. എൻ്റെ റബ്ബ് മുൻഗാമികളായ ആളുകൾക്ക് മുമ്പിൽ
പരീക്ഷണങ്ങളുടെ ആ വലിയ വലിയ അഗാധമായ പരീക്ഷണങ്ങൾ വന്നപ്പോ അവര് പറഞ്ഞ വാക്ക് പടച്ചവൻ എന്ത് പറ്റിപ്പോയി എന്നതല്ല, പിന്നെ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്കും വരാം പരീക്ഷണങ്ങള്, നമുക്കും വരാം പ്രയാസങ്ങള്. ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യമാണ് എനിക്കെന്റെ റബ്ബ് മതി. എന്റെ റബ്ബ് ഇതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകും, നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. പടച്ചവന്റെ ഉദ്ദേശങ്ങൾ അറിയാത്തവരാണ് നമ്മൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അറിയാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് ഹുസ്നുൽ ളന്നി ബില്ലാഹ്, അള്ളാഹുവിനെ പൊട്ട് നല്ല ചിന്തയുണ്ടാവുക. അത് മിൻ ഹുസ്നിൽ ഇബാദ, നല്ല ആരാധനയിൽ ഇബാദത്തിൽപ്പെട്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഹദീസിലും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളിലും ഒക്കെ കാണാം. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി പറയുന്നു, അന ഇൻദ ഹുസ്നിൽ ളന്നി അബ്ദി ബി ഫൽയളുന്ന ബി മാഷാ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക, അല്ലാഹ് പറയാ എന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നവന്റെ കൂടെ നല്ല രൂപത്തിൽ നല്ല നിലയിൽ അള്ളാഹു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണോ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതുപോലെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ആയിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരിക. ഇതിനെ വിശദീകരിച്ച സ്ഥലത്ത് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് മഹാനായ പണ്ഡിതൻ പറയുകയാണ്, ഇന്നൽ മുഅ്മിന അഹ്സനൽ ളന്ന ബിറബ്ബിഹി ഫഅഹ്സനൽ അമൽ വഇന്നൽ ഫാജിറ അസാഅൽ ളന്ന ബിറബ്ബിഹി ഫഅസാഅൽ അമൽ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്തിക്കുക, അപ്പൊ അവന് നല്ലത് പ്രവർത്തിക്കാനുള്ള അവസരം അള്ളാഹ് അങ്ങനെ കൊടുക്കുക. ചില ആളുകൾ ഫാജിറുകൾ, തമ്മാടികൾ, വൃത്തികെട്ടവന്മാർ അള്ളാഹിനെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുകയാണ്, അപ്പൊ അവർക്ക് മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള വഴികളായിരിക്കും തുറക്കുക. ഞാനൊരു ആശയം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക, ഗൗരവത്തോടു കൂടി ആലോചിക്കുക. റബ്ബ് നമ്മുടെ മുമ്പിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തയിൽ, ആലോചനയിൽ അർ-റഹ്മാനാണ്, അർ-റഹീമാണ്, ആ കാരുണ്യവാനാണ്, അൽ ഗഫൂർ ഏറെ പൊറുക്കുന്നവനാണ്, അൽ വദൂദ് ഏറെ സ്നേഹിക്കുന്നവനാണ്. റബ്ബിനെ കുറിച്ച് നല്ല ചിന്ത മാത്രം നമ്മുടെ ഹൃദയത്തിൽ വെക്കുക. ജീവിത ലക്ഷ്യം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം മരണത്തോടു കൂടിയാണ് സത്യത്തിൽ ആരംഭം കുറിക്കുന്നത്. മരണത്തോടു കൂടിയാണ് നല്ല ആരംഭം കുറിക്കുന്നത്. അതുവരെ അതിനുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പണിയെടുക്കാനുള്ള സമയമാണ് മരണം തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെയുള്ള സമയം. ഗറഗറ ശബ്ദം എന്റെയും നിങ്ങളുടെയും തൊണ്ടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ലക്ഷ്യത്തിലേക്ക് എത്തി വിജയിക്കുവാനുള്ള സമയം പിന്നെ നമ്മുടെ മുമ്പിലില്ല. ആ ഓർമ്മയോട് കൂടി ആയിരിക്കണം ഞാനും നിങ്ങളും പ്രവർത്തിക്കേണ്ടത്. ഞാൻ എൻ്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. പറഞ്ഞൊരു വാചകം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, ധാരാളമായി മരണത്തെ ഓർക്കുന്ന ചില മനുഷ്യർക്ക് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? പറയുകയാണ്, ധാരാളമായി മരണത്തെ ഓർക്കുന്ന ഒരാൾ, പടച്ചോനെ ഇന്ന് മരിക്കേണ്ടി വരും, ഈ നിമിഷം മരിക്കേണ്ടി വരും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 63 വയസ്സിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു 63 വയസ്സിൽ, അലി ബിൻ അബി ത്വാലിബ് 63 വയസ്സിൽ. 63ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞവരാ, വലിയ വലിയ മഹാരഥന്മാരാ. അവരൊക്കെ കുറച്ചും കൂടി കാലം ഈ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് എല്ലാ സ്വഹാബികളും ആഗ്രഹിച്ചു പോയവരാ. പക്ഷെ 63ാമത്തെ വയസ്സിൽ അല്ലാഹ് തിരിച്ചു വിളിച്ചു. ഖലീഫമാരിൽ 63 മറികടന്നു പോയത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു മാത്രാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് 60ന്റെയും 70ന്റെയും ഇടയിൽ അത്രേ ഉള്ളൂ നമ്മുടെ ശരാശരി ജീവിതകാലം. ബൈന 60 വ 70 അത്രേ ഉള്ളൂ ശരാശരി. എന്നാൽ ഈ കൊച്ചു സമയത്തിൽ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഞാൻ ഇടപാടുകൾ നടത്തുമ്പോൾ, ഞാൻ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതോപാധികൾക്ക് വേണ്ടി ഓടുമ്പോൾ മരണത്തെക്കുറിച്ച് ആലോചിച്ച്, മക്കളെ, ഭാര്യയെ, അവരെ പോറ്റി വളർത്തുമ്പോൾ, അവർക്ക് വേണ്ടത് ചെയ്യുമ്പോൾ ഒക്കെയും മരണത്തെ കുറിച്ചിങ്ങനെ ഓർത്തുകൊണ്ട് ഒരു നന്മയുടെ തീരത്തുകൂടി സഞ്ചരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ അല്ലാഹ് 3 കാര്യങ്ങളെ കൊണ്ട് അവനെ ആദരിക്കുമെന്നാണ് പറഞ്ഞത്. ഈ സംസാരം കഴിഞ്ഞു പോകുമ്പോൾ ഈ 3 വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കുമെന്നതാണ്. അതിൽ ഒന്ന്, തൗബ പെട്ടെന്ന് ചെയ്യാനുള്ള മനസ്സല്ല തരും. പെട്ടെന്ന് തൗബ ചെയ്യുക. മനുഷ്യരാ നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റ് ചെയ്തു പോയവരാണ്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും തെറ്റ്
ചെയ്തു പോയവരാണ്. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാളെ ശരിയാകാം, മറ്റന്നാളെ ശരിയാവാം, അടുത്ത മാസം മുതൽ ഉഷാറാവാം, കുറച്ചും കൂടി പ്രവർത്തിക്കണമെന്നുണ്ട്, 2 കൊല്ലം കൂടി കഴിയട്ടെ, സമയമില്ല, പെട്ടെന്ന് തീർന്നു പോകും ഈ ലോകം ഒരു പക്ഷേ. അതുകൊണ്ട് തൗബ അത് വേഗത്തിലാക്കാനുള്ള ഒരു നല്ല ഇക്റാം അള്ളാഹു തരും. അവനെ കൊണ്ട് അള്ളാഹ് വൈകിപ്പിക്കൂല. ഓൻ ചെയ്തു തെറ്റ്, പക്ഷെ ഉടൻ അവന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹ് ഒരു കുറ്റബോധം കൊടുത്തിട്ട്, വല്ലാത്ത മനക്ലേശം കൊടുത്തിട്ട്, അവന്റെ ഹൃദയം ഇങ്ങനെ വിതുമ്പിയിട്ട്, അവന്റെ ചുണ്ടുകൾ വിറച്ചിട്ട്, അവന്റെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നിട്ട്, അവന്റെ തൊണ്ട ഗദ്ഗദമായിട്ട്, അവന്റെ കണ്ണു നിറഞ്ഞിട്ട്, പടച്ചവനെ നീ പുറത്തുകൊണ്ട് അല്ലാ എന്ന് അള്ളാഹ് അവനെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് അള്ളാഹു തരുന്ന ഒരു ഇക്റാമ്. 2 വഖനാഅത്തിൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അള്ളാഹു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഇട്ടുകൊടുക്കും. എങ്ങനെ? വഖനാഅത്തിൻ ഫിൽ ഖൽബ്, അപ്പുറത്തുള്ളവന്റെ കൊട്ടാരം നോക്കി, ഇപ്പുറത്തുള്ളവന്റെ വില കൂടിയ കാറ് നോക്കി, ഇപ്പുറത്തുള്ളവന്റെ സൗകര്യങ്ങളെ പരിഗണിച്ച് വെപ്രാളപ്പെടുകയില്ല, അസ്വസ്ഥമാവുകയില്ല. വഖനാഅത്തിൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള, സംതൃപ്തിപ്പെടാനുള്ള ഒരു സാഹചര്യവും മനസ്സും അള്ളാഹു കൊടുക്കും. 3 ഇബാദത്തിൽ അല്ലാഹു ഉന്മേഷവും ആവേശവും കൊടുക്കും. ആരും നിർബന്ധിക്കാതെ തന്നെ എന്റെ ജമാഅത്ത്, എന്റെ നിസ്കാരം, എന്റെ രാത്രി നമസ്കാരം, ജനങ്ങളൊക്കെ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ശരി, അവരെ കുറങ്ങട്ടെ, എനിക്ക് വിളിക്കാൻ പറ്റുന്നവരെ വിളിക്കാം. ഞാൻ എഴുന്നേൽക്കുകയാണ്, 3 മണിയായി, 3:30 ഒരു 3 റക്അത്തെങ്കിലും നമസ്കരിക്കാം എന്ന നിലക്ക് ഇബാദത്ത് എന്റെ ഹൃദയത്തിൽ ഒരു ആവേശമായി, ഒരു ഉന്മേഷമായി റബ്ബ് നൽകും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഏതൊക്കെ? ബിതഅജീലി തൗബ, 1 തൗബ ചെയ്യാനുള്ള ഒരു ധൃതിപ്പെട്ട മനസ്സ് തരും. വഖനാഅത്തിൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള, സംതൃപ്തിപ്പെടാനുള്ള ഒരു സാഹചര്യം തരും. വനശാത്തിൻ ഫിൽ ഇബാദ, ഇബാദത്തിൽ ഉന്മേഷവും ആവേശവും തരും. മൻ നസിയൽ മൗത, ആരെങ്കിലും മരണത്തെ മറന്നുപോയി ഇങ്ങനെ ഉല്ലസിക്കുകയാണ്, ആർമാദിക്കുകയാണ്, അതേ എല്ലാം മറന്ന് മതിമറന്ന് ജീവിക്കുകയാണ്, അല്ലാഹു അവനെ ശിക്ഷിക്കും. 3 കാര്യങ്ങൾ കൊണ്ട്. അതിൽ ഒന്നെന്താണെന്നറിയോ? ശിക്ഷ തന്നെ എന്താണെന്നറിയോ? തൗബ ചെയ്യാനുള്ള മനസ്സ് പടച്ചോ അങ്ങനെ മരവിപ്പിക്കും. കുറച്ച് ചെയ്യട്ടെ, പിന്നാവട്ടെ, കുറച്ചുകൂടി നീട്ടാം, കുറച്ചുകൂടി കഴിയട്ടെ. അവസാനം മരിക്കുന്നതിന് മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പടച്ചവന്റെ മുമ്പിൽ വെക്കാൻ പറ്റാതെ, പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറയാൻ പറ്റാത്തവനായി അവൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും. 2 അവന് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥ അവന് കൊടുക്കും. 3 ഇബാദത്തിൽ അവന് ഒരു മടിയും ആലസ്യവും. നിസ്കാരത്തിൽ പോകുന്നുണ്ട്, അതൊക്കെ ഒരു യാന്ത്രികമാണ്, ആളുകൾ എന്താ വിചാരിക്കുക, ഇവരെന്താ പറയുക എന്ന നിലക്ക് ഇബാദത്തിലൊക്കെ ഒരു മടിയും ആലസ്യവും അവനെ പിടികൂടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇക്റാം കിട്ടുന്നവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ നമ്മൾ ഓർക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. 3 ഘട്ടങ്ങൾ ഓർക്കുക. 1 നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള ഘട്ടമാണ്. അതൊരു ലൈനായിട്ട് ഇങ്ങനെ വരച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റാർട്ടിങ് മുതൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 50,000 വർഷം മുമ്പ് അള്ള പേനയുണ്ടാക്കി എല്ലാം എഴുതാൻ പറഞ്ഞു എന്നാണ്. അപ്പൊ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമുണ്ടല്ലോ, ആ സമയം പ്രിയപ്പെട്ടവരെ നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇവിടെ നമ്മൾ ജനിക്കുന്നവരെയുള്ള സമയം, പിന്നെ നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ ഒരു പുള്ളിയാണ്, ഒരു ഡോട്ടാണ്, ഒരു ചെറിയ കുത്താണ്, അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു ചെറിയ ഭാഗ. നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ. ഇനി നമ്മുടെ മരണശേഷമുള്ള ലോകം അടയാളപ്പെടുത്താൻ പറ്റാത്ത ലോകമാണ്. ഖബറിലൂടെയുള്ള, ബർസഖിലൂടെയുള്ള, നാളെ അള്ളാഹുവിന്റെ വിചാരണ കോടതിയിലൂടെയുള്ള, സ്വർഗ നരകങ്ങളിലൂടെയുള്ള യാത്ര അടയാളപ്പെടുത്താൻ കഴിയില്ല. അത് എന്നും നിലനിൽക്കുന്നതാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ഉമ്മയെ വാപ്പയെ നരകത്തിലേക്ക് എറിഞ്ഞിട്ട്, മക്കളെ നരകത്തിലേക്ക് പകരം കൊടുത്തിട്ട്, ഭാര്യയെ നരകത്തിലേക്ക് പകരം കൊടുത്തിട്ട്, ജനങ്ങളെ മുഴുവനും നരകത്തിലേക്ക് പകരം കൊടുത്തിട്ട്, എന്നെ ഒന്ന് സ്വർഗത്തിലാക്കി തരുമോ എന്ന് ചോദിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അനന്തമായ ലോകമാണ്. അടയാളപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള സമയം, നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള സമയം, അതൊരു ഡോട്ടിട്ട് അടയാളപ്പെടുത്താനേ ഉള്ളൂ, ഒരു കുത്തിട്ടടയാളപ്പെടുത്താനേ ഉള്ളൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ വരാനിരിക്കുന്ന രേഖപ്പെടുത്താൻ പറ്റാത്ത, ഒരിക്കലും തിട്ടപ്പെടുത്താൻ പറ്റാത്ത, ലോകത്തിനു വേണ്ടി പണിയെടുക്കാത്ത, ജീവിത ലക്ഷ്യത്തെ മറന്നു പോകുന്നവൻ, അവനേക്കാൾ വിഡ്ഢി ലോകത്താരുണ്ട്? അള്ളാഹു എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കുന്ന, ആലോചിപ്പിക്കുന്ന,
സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ ലക്ഷ്യ തലങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.